ഹലോ, അരക്കൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിഷു സ്പെഷ്യൽ പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പായസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സേമിയ പായസമായിരിക്കും അല്ലേ ആദ്യം തന്നെ ഓർമ്മ വരുന്നത്. സേമിയ പായസം പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ചെറിയൊരു കളറൊക്കെ മാറി വരുമ്പം അതിലേക്ക് നമുക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുന്തിരിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കാം. അതേ നെയ്യിൽ തന്നെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. വറുത്ത സേമിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അല്ലാത്ത സേമിയ ആണെങ്കിൽ ഈ ഒരു കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ 2 മിനിറ്റ് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് 1 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് നമ്മൾ പായസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പായസം അടിക്ക് പിടിച്ചു പോകും. കൂടാതെ പായസത്തിൻ്റെ മേലെ ഒരു പാൽപ്പാട ഇങ്ങനെ കെട്ടിക്കിടക്കും, അതുകൂടി ഒഴിവാക്കണം. ഇനി അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പായസം ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സേമിയ പായസം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വിഷുവിൻ്റെ ആ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും നല്ലൊരു ഐശ്വര്യസമൃദ്ധമായ വിഷു ആശംസിക്കുന്നു. ഹാപ്പി വിഷു ഓൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.